അപ്പോൾ കൈനമാറ്റിക്സ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ വരുന്ന ഒരു ചെറിയ ഭാഗം മാത്രമാണ്. അപ്പോൾ നമ്മൾ രണ്ട് ടേമുകളാണ് ഈ മോഷനിൽ, ഫിസിക്സിൽ മോഷനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന രണ്ട് ടേമുകളാണ് വരിക. അതിൽ പ്രധാനപ്പെട്ട രണ്ട് ടേമുകളാണ്, ഒന്ന് മെക്കാനിക്സ്, രണ്ട് കൈനമാറ്റിക്സ്. ഫിസിക്സിൻ്റെ മോഷൻ, അതായത് ചലനവുമായി ബന്ധപ്പെട്ടിട്ട് രണ്ട് കാര്യങ്ങളാണുള്ളത്, ഒന്ന് മെക്കാനിക്സും രണ്ട് കൈനമാറ്റിക്സും. ഇനി എന്താണ് മെക്കാനിക്സ് എന്ന് നോക്കാം. മെക്കാനിക്സ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് that deals with the study of motion of bodies. It causes and it effects. എന്താണ് സംഭവം? Mechanics is a branch of physics which deals with the study of motion of bodies. It causes and effects. അപ്പോൾ മെക്കാനിക്സ് എന്തിനെ പറ്റിയാണ് പഠിക്കുന്നത്? ഒരു വസ്തുവിൻ്റെ ചലനം. ഇനി എന്തുകൊണ്ടാണത് ചലിക്കുന്നത്, എന്ത് എഫക്റ്റ് കൊണ്ടാണത് ചലിക്കുന്നത്. മോഷൻ ഓഫ് ബോഡീസ്, ഇറ്റ് കോസസ് ആൻഡ് ഇഫക്ട്സ്. മോഷൻ ഓഫ് ബോഡീസ്, ഇറ്റ് കോസസ് ആൻഡ് എഫക്ട്സ്. അതാണ് മെക്കാനിക്സ് ഡീൽ ചെയ്യുന്നത്. ഇനി എന്താണ് കൈനമാറ്റിക്സ്? കൈനമാറ്റിക്സ് ഈസ് ആൾസോ എ ബ്രാഞ്ച് ഓഫ് മെക്കാനിക്സ്. മെക്കാനിക്സ് എന്ന് പറയുന്നത് ബ്രാഞ്ച് ഓഫ് ഫിസിക്സ്, കൈനമാറ്റിക്സ് എന്ന് പറയുന്നത് മെക്കാനിക്കിലെ ഒരു ബ്രാഞ്ചാണ്. മെക്കാനിക്സ് എന്നുള്ള ഫിസിക്സിന്റെ ഒരു ബ്രാഞ്ചിലെ ഒരു ബ്രാഞ്ചാണ് കൈനമാറ്റിക്സ്. അപ്പോൾ മെക്കാനിക്സ് ഫിസിക്സിന്റെ ഒരു ഡിവിഷൻ ആണെങ്കിൽ കൈനമാറ്റിക്സ് ഒരു സബ് ഡിവിഷനാണ്. ദാറ്റ് ഡിസ്ക്രൈബ് ദ മോഷൻ ഓഫ് ഒബ്ജക്ട്സ് വിത്തൗട്ട് കൺസിഡറിങ് ദി കോസ് ഓഫ് മോഷൻ. വിത്തൗട്ട് കൺസിഡറിങ് ദി കോസ് ഓഫ് മോഷൻ. അപ്പം മെക്കാനിക്സിൽ ചലനം തന്നെയാണ്, വസ്തുക്കളുടെ ചലനം തന്നെയാണ് ഡീൽ ചെയ്യുന്നത്. പക്ഷെ അതിൽ ആ ചലനവുമായി എന്തുകൊണ്ടാണ് ചലിക്കുന്നത്, അതിൻ്റെ കോസും അത് ചലിച്ചുകൊണ്ടുണ്ടാകുന്ന എഫക്റ്റും രണ്ടും ഡീൽ ചെയ്യും. പക്ഷെ കൈനമാറ്റിക്സിൽ വിത്തൗട്ട് കൺസിഡറിങ് ദി കോസ് ഓഫ് മോഷൻ, എന്തുകൊണ്ടാണ് അത് ചലിക്കുന്നത്, അതിൻ്റെ കോസിനെ പറ്റി നമ്മൾ കൂടുതൽ വറി ചെയ്യുന്നില്ല, എഫക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. So that is the difference between mechanics and kinematics. In kinematics, motion is mathematically described in terms of. അപ്പോൾ കൈനമാറ്റിക്സിൽ കുറേ ടേമുകളുണ്ട്. മാത്തമാറ്റിക്സിൽ നമുക്ക് കൈനമാറ്റിക്സ് ഡിസ്ക്രൈബ് ചെയ്യാൻ കുറേ ടേമുകൾ അറിയണം. അതിലെ ടേമുകളാണ് ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, സ്പീഡ്, വെലോസിറ്റി, ആക്സിലറേഷൻ, ടൈം. അപ്പം കൈനമാറ്റിക്സിൽ ഇക്വേഷൻസ് നമ്മൾ ഡീൽ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള കുറേ ടേമുകളായിട്ട് നമ്മൾ പരിചയപ്പെടണം. ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, സ്പീഡ്, വെലോസിറ്റി, ആക്സലറേഷൻ, ടൈം എന്നീ പദങ്ങളൊക്കെ നമുക്ക് എന്താണെന്ന് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കും. ഇനി നമ്മൾ ചെറുപ്പം മുതലേ, നമ്മൾ സ്കൂൾ മുതലേ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് ടേമുകളാണ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. ദൂരവും സ്ഥാനാന്തരവും. അപ്പൊ എന്താണ് ഡിസ്റ്റൻസ് എന്നും എന്താണ് ഡിസ്പ്ലേസ്മെന്റ് എന്നും നമുക്കിവിടെ ഒന്ന് നോക്കി നോക്കാം. Distance is defined as the total length of the path traveled by the particle. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് is nothing but path length. Length of the path traveled by the particle. Displacement is defined as the shortest path length between the final position and the initial position of the particle. ഷോർട്ടസ്റ്റ്, ഈ വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് പാത്ത് ലെങ്ത്.
Displacement is the shortest path length between the final position and the initial position of the particle. അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനാണ് നമ്മളിവിടെ ഒരു പടം വരച്ചത്. അപ്പോൾ ഈ എയിൽ നിന്ന് ബിയിലേക്ക് പോകാൻ നമുക്കിവിടെ രണ്ട് വഴികളുണ്ട്. ഒരു വഴി എയിൽ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, ഇവിടെ സിയിലെത്തി, സിയിൽ നിന്ന് വീണ്ടും പോയി മൂവ് ചെയ്ത് ബിയിലെത്തി. പിന്നെ വേറൊരു വഴി അല്ലേ, ഈസിയസ്റ്റ് ആൻഡ് ഡയറക്റ്റ് റൂട്ട്. അപ്പൊ ഈ രണ്ട് പാത്തിലും ഇനീഷ്യൽ പൊസിഷൻ എയും ഫൈനൽ പൊസിഷൻ ബിയുമാണ്. പക്ഷെ അത് സഞ്ചരിച്ച റൂട്ട് രണ്ടും രണ്ടാണ്. അപ്പൊ ഈ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്. എയിൽ നിന്ന് ബിയിലേക്ക് എത്താനുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ പാത്ത് ലെങ്ത്. ഇത് ഇവിടുന്ന് ഇങ്ങനെ സഞ്ചരിച്ചപ്പോൾ എത്ര ദൂരം, പാത്ത് എത്ര ലെങ്ത് സഞ്ചരിച്ചു, വളഞ്ഞായതുകൊണ്ട് കൂടുതൽ ദൂരം ആയിട്ടുണ്ട്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നതും ഡിസ്റ്റൻസ് തന്നെയാണ്, ബട്ട് ഇറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. ആൻഡ് വൺ മോർ തിങ്, ഡിസ്റ്റൻസ് ഈസ് എ സ്കാലാർ ക്വാണ്ടിറ്റി, ഡിസ്പ്ലേസ്മെന്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഡിസ്പ്ലേസ്മെന്റിന് ഒരു മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവും, മാത്രമല്ല ഒരു ഡയറക്ഷനും ഉണ്ടാവും. ഡിസ്റ്റൻസിന് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഡയറക്ഷൻ ഉണ്ടാവില്ല. The SI unit of distance and displacement is same. It is nothing but meter. ഇതിന്റെ രണ്ടിന്റെയും SI യൂണിറ്റ് തുല്യമാണ്, മീറ്റർ തന്നെയാണ്. പക്ഷെ രണ്ടിന്റെയും ഡെഫിനിഷൻ വ്യത്യാസമാണ്. ഡിസ്റ്റൻസ് ഈസ് എ സ്കാലാർ ക്വാണ്ടിറ്റി, ഡിസ്പ്ലേസ്മെന്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി, ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് നത്തിങ് ബട്ട് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 points. നമുക്ക് ഡിസ്റ്റൻസ് എന്താണെന്ന് മനസ്സിലായി, ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്നും മനസ്സിലായി. നെക്സ്റ്റ് ഈസ് സ്പീഡ്. എന്താണ് സ്പീഡ്? The speed of the particle is related to the distance traveled. ഡിസ്റ്റൻസ് ട്രാവൽഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് സ്പീഡ്. ഇവിടെ എന്തായിട്ട് റിലേറ്റഡ് ആണ്? ഡിസ്റ്റൻസ് ട്രാവൽഡുമായിട്ട് ബന്ധിപ്പിക്കുന്ന വേഗത. നമ്മൾ മലയാളത്തിൽ പറയുന്നതാണ് വേഗത. ഇനി ഡിസ്പ്ലേസ്മെന്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വേഗതയുണ്ട്, അതിന് വെറും വേഗത എന്നല്ല നമ്മൾ പറയുക, പ്രവേഗം എന്ന് പറയും. The speed of the particle is related to the distance traveled. The speed is the distance traveled by a body in unit time. ഒരു നിശ്ചിത സമയത്ത് സഞ്ചരിച്ച ഡിസ്റ്റൻസിനെയാണ് സ്പീഡ് എന്ന് പറയുക, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബൈ ടൈമിനെയാണ് സ്പീഡ് എന്ന് പറയുക, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പാത്ത് ലെങ്ത്, ഇതിനാണ് നമ്മൾ സ്പീഡ് എന്ന് പറയുക. സ്പീഡ് ഈസ് നത്തിങ് ബട്ട് ഡിസ്റ്റൻസ് ബൈ ടൈം. സ്പീഡ് ഈസ് എ സ്കാലാർ ക്വാണ്ടിറ്റി. കാരണം ഡിസ്റ്റൻസ് ഒരു സ്കാലാർ ക്വാണ്ടിറ്റിയാണ്, ടൈം ഒരു സ്കാലാർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഒരു സ്കാലാർ ക്വാണ്ടിറ്റിയാണ്. ആൻഡ് ഇറ്റ്സ് യൂണിറ്റ് നത്തിങ് ബട്ട് മീറ്റർ പെർ സെക്കൻഡ്. ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് മീറ്റർ, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്. സോ സ്പീഡ് ഈസ് നത്തിങ് ബട്ട് മീറ്റർ പെർ സെക്കൻഡ്. ജസ്റ്റ് ഒരു റിയലിസ്റ്റിക് എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതിന് വേണ്ടി നമ്മളിവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുകയാണ്. സ്പീഡ് എന്താണെന്ന് കാണിക്കാൻ വേണ്ടി. അപ്പോൾ ഇവിടെ ഒരു കാറുണ്ട്, നിങ്ങൾ ഈ കാറിന്റെ ചിത്രം ഇവിടെ കാണുന്നുണ്ടാവും. അദ്ദേഹം 100 മീറ്റർ, ഈ പച്ചക്കൊടിയിൽ നിന്ന് ഈ ചുവന്ന കൊടിയിലേക്ക് എത്താൻ അദ്ദേഹം 100 മീറ്റർ ഓടിച്ചു. ആ 100 മീറ്റർ ഓടിക്കാൻ അദ്ദേഹത്തിന് എടുത്ത സമയം വെറും 5 സെക്കൻഡ് മാത്രമാണ്. കാരണം നല്ല പവറുള്ള ഒരു കാറായിരുന്നു. 5 സെക്കൻഡ് കൊണ്ട് മൂപ്പര് 100 മീറ്റർ ഓടി. So what is the car average speed? Speed is nothing but distance traveled by time. ഇവിടെ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് 100 മീറ്റർ ഡിവൈഡ് ബൈ 5 സെക്കൻഡ്. സോ 20 മീറ്റർ പെർ സെക്കൻഡിലാണ് അദ്ദേഹം കാർ ഓടിച്ചത്. ജസ്റ്റ് നമുക്കതൊന്ന് മനസ്സിലാവാൻ വേണ്ടി ഒരു എക്സാമ്പിൾ കിട്ടുമെന്ന് മാത്രം. നെക്സ്റ്റ് ഈസ് വെലോസിറ്റി. വെലോസിറ്റി സ്മോൾ ലെറ്റർ വി എന്നുള്ള സിമ്പൽ കൊണ്ടാണ് വെലോസിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി എന്താണ് സ്പീഡും വെലോസിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് നമുക്ക് നോക്കാം.
The velocity of a particle denotes how fast it is changing its position. The displacement of a body in unit time is called velocity. നമ്മൾ നേരത്തെ പറഞ്ഞു the distance of a body in unit time is called speed. ഇവിടെ displacement of a body in unit time is called velocity, അല്ലെങ്കിൽ rate of change of displacement. ഇതിനാണ് നമ്മൾ വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വെലോസിറ്റി എന്ന് പറയുന്നത് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഡിസ്റ്റൻസ് ബൈ ടൈം അല്ല, ദാറ്റ് ഈസ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. വെലോസിറ്റി ഈസ് displacement by time, or V is equal to S by T, where S is the displacement by time T. So this is the expression. രണ്ടും ഒരുപോലെ തന്നെയാണ്. Speed is distance by time, but velocity is displacement by time. Velocity is a vector quantity. Speed ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. വെലോസിറ്റി ഇസ് എ ഡിസ്പ്ലേസ്മെന്റ് ക്വാണ്ടിറ്റി. ഇതിന്റെ രണ്ടിന്റെ യൂണിറ്റ് എന്ത് തന്നെയാണ്? മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ്. നെക്സ്റ്റ് ഈസ് ആക്സലറേഷൻ. ആക്സലറേഷനെ നമ്മൾ സ്മോൾ ലെറ്റർ എ എന്നുള്ള ഒരു സിമ്പൽ കൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആക്സലറേഷൻ ഒക്കെ പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആക്സലറേഷൻ എന്താണെന്ന് അറിയാം. ഇതൊക്കെ പഠിക്കുന്നതിനെക്കാട്ടിലും മുമ്പ് തന്നെ നിങ്ങൾക്ക് ആക്സലറേഷൻ, ത്വരണം എന്നാണ് മലയാളത്തിൽ പറയുക. ആക്സലറേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. സ്പീഡിനെ വേഗത, വെലോസിറ്റിനെ പ്രവേഗം, ആക്സലറേഷന് ത്വരണം എന്നാണ് പറയുക. എന്താണ് ആക്സലറേഷൻ? നമ്മളൊരു ബൈക്ക് ഓടിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളൊരു കാർ ഓടിക്കുകയാണ്. ഓക്കെ, നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു, ഫസ്റ്റ് ഗിയറിലിട്ടു, അതൊരു സംഭവത്തിൽ അമർത്തും. ബൈക്കിലാണെങ്കിൽ ഒരു സംഭവത്തിൽ പിടിച്ച് തിരിക്കും. അതിന് പറയുന്ന പേരാണ് ആക്സലറേറ്റർ. അപ്പൊ അതിൽ ചവിട്ടുകയോ അതല്ലെങ്കിൽ അതിനെ റൊട്ടേറ്റ് ചെയ്യിക്കുമ്പോഴോ ഈ വസ്തുവിനൊരു വ്യത്യാസം സംഭവിക്കും. ഇതാണ് വ്യത്യാസം സംഭവിക്കുക. ആക്സിലേറ്റർ കൂടുതൽ ചവിട്ടും തോറും, അതല്ലെങ്കിൽ ആക്സിലേറ്റർ കൂടുതൽ പ്രസ് ചെയ്യും തോറും, അല്ലെങ്കിൽ ആക്സിലേറ്റർ കൂടുതൽ കൊടുക്കും തോറും വണ്ടിയുടെ വേഗത കൂടി വരും. അതായത് വെലോസിറ്റി വ്യത്യാസം സംഭവിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ വെലോസിറ്റി കൂടി വരും. ഓരോ സമയം കഴിയുന്തോറും വെലോസിറ്റി, അല്ലേ? വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 0 വെലോസിറ്റിയിലാണ് ഇരിക്കുക, വെറുതെ ഇരിക്കരുത്. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ അത് 5 മീറ്റർ പെർ സെക്കൻഡായി, കുറച്ചും കൂടി കൊടുത്താൽ 10 മീറ്റർ പെർ സെക്കൻഡായി, 15ആയി, 20ആയി, 100ആയി, 110ആയി, അല്ലേ? അപ്പൊ ഇങ്ങനെ സ്പീഡ് കൂടാൻ നമ്മൾ എന്താണ് കൊടുക്കുന്നത്? ആക്സലറേഷൻ കൂട്ടി. അപ്പൊ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ വെലോസിറ്റി, സമയത്തിനനുസരിച്ചുണ്ടാകുന്ന വെലോസിറ്റിക്കുള്ള ചേഞ്ചിനെയാണ് നമ്മൾ ആക്സലറേഷൻ എന്ന് പറയുന്നത്. So acceleration is nothing but the rate of change of velocity of a body is known as acceleration. അങ്ങനെ ആക്സലറേഷൻ ഉണ്ടാവാൻ നമ്മൾ വണ്ടിയിൽ പ്രസ് ചെയ്യുന്ന സംഭവത്തിനാണ് ആക്സലറേറ്റർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിന് ആക്സലറേറ്റർ എന്ന് പേര് വന്നത്. ഇനി പെട്ടെന്ന് ഒരാള് വണ്ടിയുടെ ഫ്രണ്ടിൽ ചാടി, നമ്മൾ ആഞ്ഞു ചവിട്ടുന്ന വേറൊരു സാധനമുണ്ട്, ബ്രേക്ക്. ബ്രേക്ക് ചവിട്ടുമ്പോഴും എന്താണ് സംഭവിക്കുന്നത്? വേഗതയ്ക്ക് ചേഞ്ച് സംഭവിക്കുന്നത്. വേഗത കൂടുകയല്ല, വേഗത കുറയാണ് ചെയ്യുന്നത്. അപ്പൊ ബ്രേക്ക് ചവിട്ടുമ്പോൾ വേഗത കുറയുന്നു, അപ്പോഴും ആക്സിലറേഷൻ സംഭവിക്കുന്നുണ്ട്. വേഗതയ്ക്ക് വ്യത്യാസം സംഭവിക്കുന്നുണ്ട്, അപ്പോഴും ആക്സിലറേഷൻ ഉണ്ട്. പക്ഷെ അതിനെ നമ്മൾ ഡി ആക്സിലറേഷൻ എന്നാണ് പറയുന്നത്. ഡി ആക്സിലറേഷൻ അല്ലെങ്കിൽ റിട്ടാർഡേഷൻ അല്ലെങ്കിൽ നെഗറ്റീവ് ആക്സിലറേഷൻ എന്ന് പറയും. നെഗറ്റീവ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ സമയം കഴിയും തോറും സ്പീഡ് കുറഞ്ഞു വരിക എന്നാണ് അർത്ഥം. നമ്മുടെ ബ്രേക്ക് ഒരു ഡി ആക്സിലറേറ്റർ ആണ്. പക്ഷെ നമ്മൾ അങ്ങനെ പറയാറില്ല, ബ്രേക്ക് എന്ന് പറയാറില്ല. പക്ഷെ ആക്സിലറേറ്ററിന് നമ്മൾ ആക്സിലറേറ്റർ എന്ന് തന്നെ പറയാം. അപ്പോൾ ഡി ആക്സിലറേഷൻ അല്ലെങ്കിൽ റിട്ടാർഡേഷൻ എന്ന് പറയുന്നത് വെലോസിറ്റി കുറഞ്ഞു വരിക എന്നുള്ളതാണ് അതിനർത്ഥം. ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി കൂടി വരിക എന്നുള്ളതാണ് അതിനർത്ഥം. സിൻസ് ദ വെലോസിറ്റി ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി, the change in its magnitude and direction both gives the acceleration of motion. So acceleration is change in velocity by time. അപ്പോൾ നമ്മൾ വെലോസിറ്റി എന്താ പഠിച്ച്? ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം, അല്ലേ? അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. അതുപോലെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റിനെ നമ്മൾ പറയുന്നതാണ് ആക്സിലറേഷൻ.
റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റിനെ നമ്മൾ പറയുന്നതാണ് ആക്സലേഷൻ. സോ ആക്സലേഷൻ ഈസ് നത്തിങ് ബട്ട് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. ഇവിടെ ചേഞ്ച് ഇൻ വെലോസിറ്റി കാണിക്കാൻ v എന്നത് ഫൈനൽ വെലോസിറ്റിയും u എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി ആണെങ്കിൽ ഇനീഷ്യൽ ഇപ്പൊ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എടുക്കുകയാണെന്ന് വിചാരിക്കുക. സ്റ്റാർട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും മുമ്പ് ഇനീഷ്യൽ വെലോസിറ്റി അത് 0 പിന്നെ വെലോസിറ്റി കൂടി വന്ന് v ആവും, ഒരു 10 മീറ്റർ/സെക്കൻഡ്. അതല്ലെങ്കിൽ നമ്മൾ വണ്ടി ഓടിച്ചൊരു മീഡിയം സ്പീഡിൽ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വേറൊരു വണ്ടീനെ ഓവർടേക്ക് ചെയ്യണം എന്ന് തോന്നുന്നു. നമ്മൾ ഒരു 10 മീറ്റർ/സെക്കൻഡിലാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ വേറൊരു വണ്ടീനെ ഓവർടേക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ആക്സിലേറ്റർ ഒന്നാണ് ചവിട്ടിയേണ്ടി വരും. അപ്പോൾ 10 മീറ്റർ 20 മീറ്റർ/സെക്കൻഡ് ആയിരിക്കും ആവും. അപ്പോൾ ആ വണ്ടിനെ ക്രോസ് ചെയ്യാൻ പറ്റും. അപ്പോഴൊരു ചേഞ്ച് ഇൻ വെലോസിറ്റി ഉണ്ടാകുന്നു. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി 10 മീറ്റർ/സെക്കൻഡും ഫൈനൽ വെലോസിറ്റി 20 മീറ്റർ/സെക്കൻഡ്. അതിന്റെ ഡിഫറൻസ് ആണ് ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുന്നത്. അതാണ് ഇവിടെ v - u എന്ന് എഴുതുന്നത്. സോ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം, എത്ര സമയം എടുത്തു വെലോസിറ്റി ചേഞ്ച് ചെയ്യാൻ, it will give the acceleration. Where u is the initial velocity, and v is the final velocity of the body. So acceleration of a vector quantity is, acceleration is a vector quantity. കാരണം ഇവിടെ വെലോസിറ്റി എന്ന് പറയുന്നത് വെക്ടർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് വെലോസിറ്റി ബൈ ടൈം എന്ന് പറയുന്നതാണ് ആക്സിലറേഷൻ. അതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആയിരിക്കും. ഇതിന്റെ യൂണിറ്റ് ആണ് മീറ്റർ/സെക്കൻഡ്². അപ്പൊ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് മീറ്റർ, സ്പീഡും വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ/സെക്കൻഡ്, ആക്സിലറേഷന്റെ യൂണിറ്റ് മീറ്റർ/സെക്കൻഡ്² എന്നാണ് വരും. ഇനി ആക്സിലറേഷന്റെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്, അതിന്റെ ആക്സിലറേഷന്റെ കുറച്ച് ക്രൈറ്റീരിയകളാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. When an object is increasing its velocity over time is said to be accelerating. അതല്ലെങ്കിൽ പോസിറ്റീവ് ആക്സിലറേഷൻ. വെലോസിറ്റി കൂടി വരികയാണെങ്കിൽ അതിനെ നമ്മൾ സിംപ്ലി ആക്സിലറേഷൻ എന്നോ അല്ലെങ്കിൽ പോസിറ്റീവ് ആക്സിലറേഷൻ എന്നോ പറയും. വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് ഡിക്രീസിങ്, ഇതിനെ ഇൻക്രീസിങ് ആണെങ്കിൽ ആക്സിലറേറ്റിംഗ് എന്ന് പറയും, ഡിക്രീസിങ് ആണെങ്കിൽ ഡി ആക്സിലറേറ്റിംഗ് അല്ലെങ്കിൽ ഡീസലറേറ്റിംഗ് എന്ന് പറയും, അല്ലെങ്കിൽ നെഗറ്റീവ് ആക്സിലറേഷൻ ഓർ റിട്ടാർഡേഷൻ എന്ന് പറയും. So when an object is decreasing its velocity with the time is said to be decelerating or negative acceleration അല്ലെങ്കിൽ റിട്ടാർഡേഷൻ എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ്, വെലോസിറ്റി കുറഞ്ഞു വരികയാണ്. If an object is moving at a constant velocity, it is said to be moving with zero acceleration. വെലോസിറ്റി 0 ആവുകയോ അല്ലെങ്കിൽ വെലോസിറ്റി ചേഞ്ച് 0 ആവുകയോ അല്ലെങ്കിൽ വെലോസിറ്റി 0 ആവുകയോ വെലോസിറ്റിക്ക് യാതൊരു വ്യത്യാസം സംഭവിക്കാത്ത ഒരു കോൺസ്റ്റന്റ് സ്പീഡിൽ സഞ്ചരിക്കുക. കാരണം വെലോസിറ്റിക്ക് വ്യത്യാസം സംഭവിച്ചാലാണ് ആക്സിലറേഷൻ ഉള്ളത്. അത് കൂടുകയാവാം കുറയുകയാവാം. വെലോസിറ്റിക്ക് യാതൊരു വ്യത്യാസം സംഭവിക്കുന്നില്ലെങ്കിൽ there is no acceleration and that is zero acceleration. Next is motion in one dimension. One dimension എന്ന് പറഞ്ഞാൽ നേർരേഖയിലുള്ള ചലനം എന്നാണ് അർത്ഥം. വൺ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നേർരേഖയിലുള്ള ചലനം. 2 ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്ലെയിനിലുള്ള ചലനം. 3 ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്പെരിക്കൽ സ്പേസിലുള്ള ചലനം. നമ്മളിവിടെ മോഷൻ ഇൻ വൺ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ മോഷൻ എലോങ് എ സ്ട്രൈറ്റ് ലൈൻ എന്നാണ് അതിന്റെ അർത്ഥം. The motion of an object along a straight line path is called motion in one dimension. One dimension എന്ന് പറഞ്ഞാൽ motion along a straight line എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. A particle in one dimension motion has only 2 direction of motion, either left to right, upward or downward, east or west, etc. നമ്മൾ പല രീതിയിൽ അത് പറയും. മോഷൻ ഇൻ വൺ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഒന്നല്ലെങ്കിൽ മുന്നോട്ട് പോകുന്നു അല്ലെങ്കിൽ അതിന് ഓപ്പോസിറ്റ് പിന്നോട്ട് പോകുന്നു. അപ്പോഴാണ് നേർരേഖയിലാവും. വളഞ്ഞു കഴിഞ്ഞാൽ നേർരേഖയാവില്ല. അതല്ലെങ്കിൽ നമ്മളെന്ന് പറയും ഒന്നല്ലെങ്കിൽ അവൻ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോയി അല്ലെങ്കിൽ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോയി. പിന്നെ നേർരേഖയിലാണെങ്കിൽ തെക്കോട്ട് പോവുക, തെക്കിന്ന് വടക്കോട്ട് വരിക, അപ്പോഴും നേർരേഖയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഡയറക്ഷൻ മാറ്റിയത് നേർരേഖയാവില്ല. അല്ലെങ്കിൽ കിഴക്കോട്ട് പോവുക, കിഴക്കുന്ന് പടിഞ്ഞാട്ട് പോവുക. കിഴക്കോട്ട് പോകുമ്പോൾ ഒരു ഡയറക്ഷൻ, പടിഞ്ഞാട്ട് പോകുമ്പോൾ ഒരു ഡയറക്ഷൻ, വേറൊരു ഡയറക്ഷൻ. പോസിറ്റീവ് ഡയറക്ഷൻ, നെഗറ്റീവ് ഡയറക്ഷൻ, അത്രയേ ഉള്ളൂ. To specify the direction of the vector quantities, displacement, velocity and acceleration, we use signs plus and minus to denote the 2 directions. Left, right, upward, downward, east, west,
അങ്ങനെയുള്ള ഡയറക്ഷൻ കാണിക്കുക. ഇപ്പോൾ വെസ്റ്റ് നമ്മൾ പോസിറ്റീവായി എടുക്കുകയാണെങ്കിൽ ഈസ്റ്റ് എന്നുള്ളത് നെഗറ്റീവായി എടുക്കും. റൈറ്റിൽ നിന്ന് നമ്മൾ പോസിറ്റീവായി എടുത്താൽ ലെഫ്റ്റ് നമ്മൾ നെഗറ്റീവായി എടുക്കും. അപ്വാർഡ് നമ്മൾ പോസിറ്റീവായി എടുത്താൽ ഡൗൺവാർഡ് നെഗറ്റീവായിട്ട് എടുക്കും. ഇത്രയേ ഉള്ളൂ. അതായത് ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യുക. ഒന്ന് പോസിറ്റീവ് ആകുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളത് നെഗറ്റീവായി എടുക്കും. അത്രേ മോഷൻ ഇൻ വൺ ഡയമെൻഷനിൽ ഉള്ളൂ. If the velocity of the body remains a constant in one dimensional motion, then it is called uniform motion. So velocity of a body remains constant. അതായത് ഒരു നേർരേഖയിൽ കൂടെ ഒരു വസ്തു കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ സമാന വേഗതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് യൂണിഫോം മോഷൻ. അതായത് വെലോസിറ്റി ഇപ്പോൾ 10 മീറ്റർ പെർ സെക്കൻഡിലാണെങ്കിൽ അവൻ നേർരേഖയിൽ ഫുൾ ടൈം 10 മീറ്റർ പെർ സെക്കൻഡിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ പറയുന്നതാണ് യൂണിഫോം മോഷൻ. ഇൻ യൂണിഫോം മോഷൻ the magnitude and direction of velocity remain constant and hence its acceleration is 0. ഈ യൂണിഫോം മോഷനിലെ ഒരു പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഒരേ വേഗതയിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. കോൺസ്റ്റന്റ് വെലോസിറ്റിക്ക് യാതൊരു ചേഞ്ചും ഉണ്ടാവില്ല. വെലോസിറ്റി കൂടുകയോ അല്ലെങ്കിൽ വെലോസിറ്റി കുറയുകയോ. വെലോസിറ്റി കൂടണമെങ്കിൽ നമ്മൾ ആക്സിലറേറ്റർ ചവിട്ടില്ലേ, വെലോസിറ്റി കുറയണമെങ്കിൽ ബ്രേക്ക് ചവിട്ടും. അപ്പോഴാണ് ആക്സിലറേഷൻ ഉണ്ടാവുക, ബ്രേക്ക് ചവിട്ടുമ്പോഴാണ് റിട്ടാർഡേഷൻ ഉണ്ടാവുക. അപ്പോൾ വെലോസിറ്റി കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോഴാണ് ആക്സിലറേഷൻ ഉണ്ടാവുള്ളൂ. വെലോസിറ്റി ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് യൂണിഫോം മോഷൻ ആണെങ്കിൽ there is no acceleration. So for a constant motion, for uniform motion, the acceleration is equal to 0. The motion of a car along a straight road, a ball thrown vertically upwards, a freely falling body are some of the examples of motion in one dimension. കുറച്ച് എക്സാമ്പിൾസ് ആണ് പറയുന്നത്. മോഷൻ ഓഫ് എ കാർ അലോങ് എ സ്ട്രൈറ്റ് റോഡ്. ഇപ്പം നമ്മൾ നേരത്തെ സ്പീഡ് കണ്ടുപിടിക്കാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു അല്ലേ, കണ്ടോ ഈ കാർ ഇത് ഈ വരയിൽ കൂടെയാണ് ഈ കൊടിയിൽ നിന്ന് ഈ കൊടിയിലേക്ക് എത്തുന്നത്. അലോങ് എ സ്ട്രൈറ്റ് ലൈൻ. ഇഫ് ഇറ്റ് ഈസ് മൂവിങ് ഇൻ കോൺസ്റ്റന്റ് സ്പീഡ് ദെൻ ഇറ്റ് ഈസ് എ യൂണിഫോം മോഷൻ ആൾസോ. അപ്പൊ ഇങ്ങനെയുള്ള മോഷനാണ് നമ്മൾ വൺ ഡയമെൻഷണൽ മോഷൻ എന്ന് പറയും. എ ബോൾ ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ്. നമ്മളൊരു ബോള് നേരെ മുകളിലേക്ക് ഇടുകയാണെങ്കിൽ നേരെ അത് താഴേക്ക് വരും. ഫ്രീലി ഫോളിങ് ബോഡി അല്ലേ, ഒരു മാങ്ങ ഞെട്ടറ്റ് വീഴുകയാണ്, അത് സ്ട്രെയിറ്റ് ലൈൻ മോഷനാണ്. എ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ഈസ് വൺ ഇൻ വിച്ച് ആക്സിലറേഷൻ ഓഫ് ദി പാർട്ടിക്കിൾസ് റിമെയിൻസ് കോൺസ്റ്റന്റ്. ഇനിയിപ്പോൾ നമ്മൾ യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞു, യൂണിഫോംലി ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അതിന്റെ ആക്സിലറേഷൻ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയ യൂണിഫോം മോഷനായി, ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആയ യൂണിഫോം ആക്സിലറേഷൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. യൂണിഫോം ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പോൾ ഒരു മാങ്ങ ഞെട്ടറ്റ് വീഴുകയാണെങ്കിൽ അതിന്റെ ആക്സിലറേഷൻ ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ദാറ്റ് കോൺസ്റ്റന്റ് ഈസ് ഈക്വൽ ടു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിച്ച് ഈസ് ഈക്വൽ ടു 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇത് ഇക്വേഷൻസ് ഓഫ് മോഷൻ. ഇതിന്റെ ഡെറിവേഷൻ നിങ്ങൾക്ക് പഠിക്കാനില്ല, നിങ്ങൾ ഹയർ സെക്കൻഡറിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് അങ്ങനെ ഡെറിവേഷൻ പഠിക്കാനില്ല. ഡെറിവേഷൻ ഉണ്ട്, ഞാൻ പിന്നെ അത് കോംപ്ലിക്കേറ്റഡ് ആക്കണ്ടെന്ന് വിചാരിച്ചാൽ അതിൽ ഇട്ടില്ല. നിങ്ങൾക്ക് അത് പഠിക്കണ്ട, ഈ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. അപ്പൊ എന്താണ് ഈ ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് നിങ്ങൾ പഠിച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അപ്പൊ ഇത് നിങ്ങൾ കറക്റ്റായിട്ട് എല്ലാവരും ഇത് പഠിക്കുക. ഈ 3 ഇക്വേഷൻസ്, v equal to u plus at, s equal to ut plus half at square, v square equal to u square plus 2as. U is the initial velocity, a is the uniform acceleration, t is the time, s is the displacement, v is the final velocity. Consider the motion of a particle with initial velocity u and a constant acceleration a. Let the displacement and velocity of the particle at a time t is s, displacement is s and velocity v respectively. By u എന്ന് പറയുന്നത് initial velocity, a എന്ന് പറയുന്നത് constant acceleration, t എന്ന് പറയുന്നത് time, s എന്ന് പറയുന്നത് displacement, v is the
final velocity. The motion of the particle along a straight line path with uniform acceleration can be analyzed using 3 equations of motion. First equation is V equal to U plus AT. V equal to U plus AT. Second equation, S equal to ut plus half AT square. Third equation, V square equal to U square plus 2AS. These are very important equations. നിങ്ങൾ ഈ ഇക്വേഷൻ തീർച്ചയായിട്ടും പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്. V equal to U plus AT, S equal to ut plus half AT square, V square equal to U square plus 2AS. U is the initial velocity, A is the uniform acceleration, T is the time, S is the displacement, V is the final velocity. അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. ഇനി ഇതാണ് ഇക്വേഷൻസ് ഓഫ് മോഷൻ. ഇത് നമ്മൾ എപ്പോൾ വേണമെങ്കിലും ഇക്വേഷൻസ് ഓഫ് മോഷൻ നമുക്ക് ഉപയോഗിക്കാം. ഇതിപ്പോൾ നമുക്ക് ആക്സലറേഷനും ഇനീഷ്യൽ വെലോസിറ്റി അറിയാമെങ്കിൽ ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കാം. അതുപോലെ ഫൈനൽ വെലോസിറ്റി ആക്സലറേഷൻ അറിയാമെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി കണ്ടുപിടിക്കാം. ഇനി ഫൈനൽ വെലോസിറ്റിയും ഇനീഷ്യൽ വെലോസിറ്റിയും ടൈം അറിയാമെങ്കിൽ ആക്സലറേഷൻ കണ്ടുപിടിക്കാം. അങ്ങനെ പരസ്പരം എല്ലാം കണ്ടുപിടിക്കാം. എസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് AT സ്ക്വയർ. യുവും എയും ടിയും അറിയാമെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാം. എസും യുവും എയും അറിയാമെങ്കിൽ ടൈം കണ്ടുപിടിക്കാം. അങ്ങനെ പലതും കണ്ടുപിടിക്കാം. V square equal to U square plus 2AS. അങ്ങനെ ഇത് പലതിനും ബന്ധിപ്പിക്കുന്ന, പരസ്പരം യുവിനെയും ടിയെയും അങ്ങനെ കൈനമാറ്റിക് വേരിയബിൾസിനെ ബന്ധിപ്പിക്കുന്ന ഇക്വേഷനാണ് കൈനമാറ്റിക് ഇക്വേഷൻ. ഇനി ഇതൊരു ഫ്രീലി ഫോളിംഗ് ബോഡി, നമ്മൾ നേരത്തെ പറഞ്ഞു ഫ്രീലി ഫോളിംഗ് ബോഡിയും വൺ ഡയമെൻഷൻ മോഷൻ തന്നെയാണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഇനീഷ്യൽ വെലോസിറ്റി യു തന്നെയാണ്, ഫൈനൽ വെലോസിറ്റി വി തന്നെയാണ്. ആക്സിലറേഷൻ എ എന്ന് പറയുന്നത് അവിടുത്തെ ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്, അതാണ് ജി. ഇവിടെ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഫ്രീലി ഫാളിംഗ് ബോഡി എന്ന് പറഞ്ഞ ഒരു ഹൈറ്റ് എന്നാണ് താഴത്തേക്ക് വരിക. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റിന് പകരം നമ്മളിവിടെ ഹൈറ്റ് എന്ന് പറയേണ്ടി വരും. ഇത്ര വ്യത്യാസമുള്ളൂ. ഇതേ ഇക്വേഷൻ തന്നെയാണ് നമ്മൾ വീണ്ടും ഇവിടെ എഴുതുന്നത്. വെൻ ആൻ ഒബ്ജക്ട് ഫോളിംഗ് ഫ്രീലി അണ്ടർ ഗ്രാവിറ്റി, ഒരു ഫ്രീലി ഫോളിംഗ് ബോഡി ആണെങ്കിൽ ദ ആക്സലറേഷൻ ഈസ് 9.8 meter per second and it is denoted by g. The equations of motion can be written as v equal to u plus at. ഇവിടെ a വരും g ആണ്. So v equal to u plus gt. s equal to ut plus half at square. ഇവിടെ s ന് പകരം ഡിസ്പ്ലേസ്മെന്റിന് പകരം ഹൈറ്റ് ആണ്. h equal to ut plus half gt square. ആക്സിലറേഷൻ g ആയതുകൊണ്ട് gt square. Next is v square equal to u square plus 2gh. യഥാർത്ഥത്തിൽ വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2gs എന്നാണ്, 2as എന്നാണ് വരിക. ഇവിടെ എക്ക് വരും ജിയും എസിന് വരും എച്ചും ആണ്. ഫ്രീലി ഫാളിംഗ് ബോഡി ആകുന്നു. ഇനി ഇൻ ദി എബോവ് ഇക്വേഷൻ പ്ലസ് ഈസ് റീപ്ലേസ്ഡ് ബൈ മൈനസ് ഇഫ് ദ ബോഡി ഈസ് ത്രോൺ അപ്വേർഡ്സ്. ഇതിപ്പോ ഒരു ഞെട്ടറ്റ് വീണ മാങ്ങയാണെങ്കിൽ ഫ്രീലി ഫാളിംഗ് ബോഡിയാണ്. നമ്മളൊരു പന്ത് മുകളിലേക്ക് ഡയറക്റ്റ്ലി മുകളിലേക്ക് എറിയുകയാണെങ്കിൽ ഫാളിംഗ് എന്ന് പറയാൻ പറ്റില്ല, ഗ്രാവിറ്റേഷൻ എഗെയിൻസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യണം ഡയറക്റ്റ്ലി വൺ ഡയമെൻഷൻ. ആ കേസിൽ ഇത് തന്നെയാണ് ഇക്വേഷൻ, ഈ പ്ലസ് എന്നുള്ളതൊക്കെ മൈനസ് ഒക്കെയാണ്. സോ ഇൻ ദാറ്റ് കേസ് വി ഈസ് ഈക്വൽ ടു യു മൈനസ് ജി ടി, എച്ച് ഈക്വൽ ടു യു ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ, വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ മൈനസ് 2gh. സോ ആൾ ഇക്വേഷൻസ് ആർ സെയിം. വിത്ത് റെസ്പെക്ട് ടു ദി കോണ്ടെക്സ്റ്റ് വി ഷുഡ് ചേഞ്ച് ലിറ്റിൽ ബിറ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇക്വേഷൻസ് ഓഫ് മോഷൻ നമുക്ക് ഒന്നുകൂടിയും പറയാം. General equations of motion എന്ന് പറയുന്നത് v equal to u plus at, s equal to ut plus half at square, v square equal to u square plus 2as. Where u is the initial velocity, a is the uniform acceleration, t is the time, s is the displacement, v is the final velocity. And if for a freely falling body, that equation may change to v equal to u plus gt, h equal to ut plus half gt square, v square equal to u square plus 2gh. If a body thrown upward, then v equal to u minus gt, h equal to ut minus half gt square, and v square equal to u square minus 2gh. These are the kinematic equations of motion under gravity. ഇതൊരു ചെറിയൊരു സെഷൻസ് ആണ്, നമുക്കത് ഇവിടെ നിർത്താം. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ന്യൂട്ടൺസ് ലോസ് ഒക്കെ പഠിക്കാം. ഓക്കെ, വേറെ ഒന്നുമില്ലെങ്കിൽ നമുക്കിവിടെ നിർത്താം. താങ്ക് യു.
എനിക്ക് എന്തെങ്കിലും ചോദിക്കാൻ